ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, പടച്ചറബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു സംഭവം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂല് എന്നെയും അബൂ മർസദിനെയും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു അജ്മഈൻ 3 പേരെയും കൂട്ടി ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ 3 പേരും റൗളത്ത് ഖാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെയുള്ള ഒരു സ്ത്രീൻ്റെ കയ്യിൽ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളായ മഹാനായ ഹാത്തിബ് ബിൻ അബീ ബൽതാ റളിയല്ലാഹു തആല അൻഹു കൊടുത്തയച്ച ഒരു എഴുത്തുണ്ട്. ആ എഴുത്ത് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരണമെന്ന്. അലി ബിൻ അബീ ത്വാലിബും അബൂ മർസദും അതേപോലെ തന്നെ സുബൈറുൽ അവ്വാം റളിയല്ലാഹു തആല അജ്മഈൻ 3 പേരും കൂടി റൗളത്ത് ഖാഖിൽ പോയി ഈ സ്ത്രീയെ കണ്ടെത്തുകയും ആ സ്ത്രീയോട് എഴുത്ത് തരാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ പക്കൽ എഴുത്തൊന്നുമില്ല എന്ന്. ആ സന്ദർഭത്തിൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ആ എഴുത്ത് പുറത്തെടുത്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നിന്നെ വിവസ്ത്രയാക്കും. ആ സ്ത്രീ തൻ്റെ അരക്കെട്ടിൽ നിന്ന് ആ എഴുത്തെടുത്ത് പുറത്തു കൊടുക്കുകയാണ്. ആ എഴുത്തുമായി അലി ഇബ്നു അബീ ത്വാലിബും അതേപോലെ തന്നെ സംഘവും തിരിച്ചു വന്ന് അള്ളാൻ്റെ ഹബീബിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരു സംഭവമുണ്ടായി. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇദ്ദേഹം അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും സത്യവിശ്വാസികളെയും വഞ്ചിച്ചിരിക്കുകയാണ്. നിങ്ങളെനിക്ക് അനുവാദം നൽകുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ തലവെട്ടി താഴെ വെക്കാമെന്ന്. അള്ളാഹുവിൻ്റെ റസൂല് ഹാത്തിബ് ബിൻ അബീ ബൽതാ റളിയല്ലാഹു തആലയോട് ചോദിച്ചു, അല്ല ഹാത്തിബ്, താങ്കൾ ഇതിന് പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? മുശ്രിക്കുകളായ ആളുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഭാവി പരിപാടിയെക്കുറിച്ച് താങ്കൾ ഇങ്ങനെ ഒരു കത്തെഴുതാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഹാത്തിബ് റളിയല്ലാഹു തആല പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ ബന്ധുക്കൾ അവിടെയുണ്ട്. ഞാൻ അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചതാണ്. ഒരു സാധാരണഗതിയിൽ ബന്ധുക്കളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെപ്പോലെ ഞാനും ചെയ്തു എന്ന് മാത്രം. പ്രവാചകൻ പറഞ്ഞു, ഹാത്തിബ് സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ആവശ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചക പുങ്കവർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉമർ, താങ്കൾക്ക് എന്തറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പങ്കെടുത്ത ആളുകളെ നോക്കിക്കൊണ്ട് പടച്ചറബ് പറഞ്ഞത്, യഅമലു മാ ശിഅ്തും ഫഖദ് വജബത ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോ, അള്ളാഹു സ്വർഗം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ്. ഇത് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനുമാണ് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നാണ്. ഈ സംഭവം ഞാൻ ഉദ്ധരിച്ചത് ആരാണ് സഹാബത്ത്, ആ സഹാബക്കുള്ള സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആർക്കാണ് സഹാബി എന്ന് പറയുക? മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇസാബയിൽ വിശദീകരിക്കുന്നത്, അസ്സഹാബിയു മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബിഹി വമാത അൽ ഇസ്ലാം, സത്യവിശ്വാസിയായിക്കൊണ്ട് പ്രവാചകനെ കണ്ടുമുട്ടുകയും മുഅ്മിനായിക്കൊണ്ട് മരിക്കുകയും ചെയ്ത ആൾക്കാണ് സഹാബി എന്ന് പറയുക എന്നാണ്. അതെ, സഹാബാക്കളുടെ കാലഘട്ടം എന്ന് പറയുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും നല്ല കാലഘട്ടം ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും, ഏറ്റവും നല്ല കാലഘട്ടം അത് എൻ്റെ കാലഘട്ടമാണ്. അതിന് ശേഷമുള്ളതോ, അതിന് ശേഷം വരുന്നൊരു കാലഘട്ടമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാലഘട്ടം എന്നാണ്. നിങ്ങൾക്കറിയുമോ, ലോകത്തിൻ്റെ ചരിത്രം നിങ്ങൾ വായിക്കുക, ഏതെങ്കിലും ഒരു സമുദായം മുഴുവനും നീതിമാന്മാരാണ് എന്ന് ലോകം മുഴുവനും ഏകാഭിപ്രായക്കാരായത് അത് പ്രവാചകന്റെ സഹാബാക്കളെ സംബന്ധിച്ച് മാത്രമാണ്. ഞാൻ അവസാനിപ്പിക്കുക, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്നാൽ മതത്തിൻ്റെ വൈരികളായ ഈ സഹാബത്താണ് ഈ മതത്തിനെ സംരക്ഷിച്ചത്. അവരാണ് ഈ മതത്തിൻ്റെ ആദർശങ്ങൾ നമുക്ക് എത്തിച്ചു തന്നവരാണ്. എന്നാൽ മതവിരോധികൾ അവരാദ്യം പിടികൂടിയത് പടച്ചറബിനെ ആയിരുന്നില്ല. കാരണം അള്ളാഹുവിനെ ആക്ഷേപിച്ചാൽ അത് ക്ലച്ച് പിടിക്കില്ല എന്നവർക്കറിയാം. അവർ പിന്നീട് പിടികൂടിയത് അള്ളാന്റെ ഹബീബിനെയുമായിരുന്നില്ല. കാരണം അത് സ്വീകരിക്കാൻ ആളുകളെ കിട്ടില്ല എന്നവർക്കറിയാം. പിന്നെയോ അവർ പിടികൂടിയത് പ്രവാചകന്റെ സഹാബത്തിനെയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, കേരളം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പുതുമകളുള്ള ഒരു നാടാണ്. കേരളത്തിലുള്ള 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഒന്നിന്റെ പേര് അബൂ ഹുറൈറ എന്ന ജൂതൻ എന്നാണ്. നഊദു ബില്ലാഹ്.
മറ്റൊന്നാണ് തഹ്ദീറുൽ ഇഹ്വാൻ മിൻ തർജുമത്തുൽ ഖുർആൻ. അതേപോലെ തന്നെ മറ്റൊരു പുസ്തകത്തിന്റെ പേരാണ് ശ്രീകൃഷ്ണൻ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പ്രത്യേകതകളൊക്കെ ഉള്ള നാടാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ആക്ഷേപിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭംഗിക്കുറവ് കൊണ്ടായിരുന്നില്ല, മറിച്ച് അള്ളാന്റെ ഹബീബിന്റെ ഹദീസുകൾ, ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തത് അത് സഹാബാക്കളിൽ നിന്ന് 7 സഹാബാക്കളാണ്. അത് ആ 7 ആളുകൾ അബൂ ഹുറൈറത്ത സഅദുൻ ജാബിറുൻ അൻസു സിദ്ദീഖത്തുൻ വബ്നു അബ്ബാസിൻ കദബ്നു ഉമർ. ഈ 7 സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് തീർച്ചയായും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹത്തിനെ ആക്ഷേപിച്ചാൽ, അദ്ദേഹം മോശമാണെന്ന് പ്രചരിപ്പിച്ചാൽ പിന്നീട് ഈ മതത്തിനെ തകർക്കാമെന്നാണ് മതവിരോധികൾ വിചാരിച്ചത്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിം. അല്ലാഹുവിന്റെ പ്രകാശത്തിനെ വായ കൊണ്ട് ഊതിക്കെടുക്കാനാണ് മതവിരോധികൾ ആഗ്രഹിച്ചത്. എന്നാൽ വയഉബല്ലാഹ് ഇല്ലാ യുതിമ്മ നൂറ. പടച്ച റബ്ബാണെങ്കിലോ അവന്റെ ആ പ്രകാശത്തിനെ പൂർത്തീകരിക്കാനാണ് റബ്ബ് ഉദ്ദേശിച്ചതെന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരിച്ചൊരു കാര്യത്തിനെ തടുക്കാൻ ലോകത്തുള്ള സകലമായ സൃഷ്ടികളും വിചാരിച്ചാലും സാധ്യമാകുകയില്ല എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മുജാഹിദുകളെ നമ്മളാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയവർ. ആരാധനപരമായ മാറ്റങ്ങൾ, ആരാധനപരമായ കാര്യങ്ങളിൽ വിപ്ലവം ഉണ്ടാക്കിയ നമ്മളാണ്. അതെ, ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവാചകന്റെ പേരെഴുതുമ്പോൾ സ എന്നെഴുതുന്ന പോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ കുറിച്ച് പറയുമ്പോൾ റാ എന്ന് ബ്രാക്കറ്റിലിടുന്നവര് മുജാഹിദുകളാകാൻ പാടില്ല. അവിടെ ഒരു റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറയണം. ആരാണ് അവരെ പോറ്റി പറഞ്ഞെന്നറിയുമോ? അതാരെങ്കിലും ഏതെങ്കിലും ഒരു ഹോജാക്കളോ ആളുകളോ പറഞ്ഞതല്ല, മറിച്ച് ലോകരക്ഷിതാവിന്റെ വാക്കാണത്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്ത, പടച്ച റബ്ബ് പോറ്റി പറഞ്ഞ ഒരു സമുദായം സഹാബത്തല്ലാതെ മറ്റൊരു സമുദായവും ഇല്ല. അതിനാൽ ആ സഹാബാക്കളുടെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. ആ സഹാബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പടച്ച റബ്ബ് നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. ആ സഹാബത്തിന്റെ ആളുകളായി മാറുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.